നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളയാരാ, അള്ളാഹുവിന്റെ പ്രവാചകനാരാ. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൽ നിന്റെ കടമയാണ്. നിന്റെ മക്കളെ നന്നാക്കൽ നിന്റെ ബാധ്യതയാണ്. പഠിച്ചവനെ ഇന്ന് മക്കൾക്ക് അള്ളയാരാണെന്നറിയില്ല, അള്ളയാരാണെന്നറിയില്ല. വാപ്പ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് തൂങ്ങിച്ചാകാൻ കേറുന്നത്, വിഷമടിക്കാൻ കേറുന്നത്, പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്നത്, ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ റൂമിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. നിന്റെ മക്കൾക്ക് അള്ളാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ, നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ മക്കള് രക്ഷപ്പെടൂ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചെറിയ കുഞ്ഞായിരുന്നപ്പോ തന്റെ സഹോദരങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയിട്ട്, നീ ഒരുത്തൻ കാരണമാണ് വാപ്പ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടപ്പിറപ്പുകളെ കാലുകൊണ്ട് തട്ടുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് അവര് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അള്ളാനോട് പറയുകയാ, യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകന് അതാ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ യൂസുഫ് പറയുന്നു, അല്ലാ എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ആ ചെറിയ കുട്ടി പൊട്ടക്കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് പടച്ചവനോട് പറയുകയാ, അല്ല വിളിക്കുന്നു ജിബ്രീലേ, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു. പടച്ചവനെ പൊട്ടക്കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവേ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൈകൊണ്ട് താങ്ങിയെടുത്തു. അവിടെ ഒരു സൈഡിൽ കാണുന്ന പാറയുടെ പുറത്തിരുത്തിയെന്ന ചരിത്രം പറയുമ്പോ അല്ല ആരാണെന്ന് യാക്കൂബ് നബി യൂസുഫ് എന്ന് പറയുന്ന മകന് പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ മകൻ അതറിയില്ല, നിന്റെ മകൾക്ക് അതറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ദീനുമായി ബന്ധമില്ലാതെ പോകുന്നത്, അവര് തലതിരിഞ്ഞു പോകുന്നത്, അവര് വിശ്വാസത്തിൽ വഴിപിഴച്ചു പോകുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കടമയാണ് തന്റെ മക്കളെ നന്നാക്കലു, തന്റെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കലു, തന്റെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലു. അത് വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കടമ മക്കളോട്, മാതാപിതാക്കൾക്കുള്ള വാപ്പയ്ക്കുള്ള ഒന്നാമത്തെ കടമ നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 2, ഈ ചെറിയ മകനോട് ചോദിച്ചു, മോനെ, ഇനി വാപ്പയ്ക്ക് മക്കളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേര് വെക്കണം. ഇവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഇവിടെ എന്ത് പറയുമെന്ന് എനിക്ക്. കരിവണ്ടെന്ന് പറഞ്ഞ സാരമില്ല. കരിവണ്ടെന്ന് പറഞ്ഞാൽ അറിയോ? ഒരു വാപ്പ തന്റെ മകനിട്ടിരുന്ന പേര് കരിവണ്ടെന്നായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ വാപ്പ തന്റെ പൊന്നാര മകനിട്ടിരുന്ന പേര് കരിവണ്ട് ജ്വാല. ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ചിരിക്കുന്നു. എന്നാ നിങ്ങളുടെ മക്കളുടെ പേരെന്താ? നിങ്ങളുടെ മക്കളുടെ പേരിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നിങ്ങളിൽ എത്ര പേർക്കാ നിങ്ങളുടെ മക്കളുടെ പേരിന്റെ അർത്ഥം അറിയാം? എല്ലാം വെറൈറ്റിയുടെ കാലമാ. ഇന്നെല്ലാം വെറൈറ്റിയുടെ കാലം. എല്ലാവരും പുതുമയാ നോക്കുന്നത്. യൂട്യൂബിൽ നോക്കും, ഫേസ്ബുക്കിൽ നോക്കും. പണ്ടൊരുത്തം പറഞ്ഞു, ഉസ്താദ്, എന്റെ മകൾക്ക് ഞാനൊരു വെറൈറ്റി പേരായിട്ട്, ഇതുവരെ അങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. എന്താ പേരെന്ന് വെച്ച് പറയും, ഫാത്തിമ നിഫാസ്. അൽഹംദുലില്ലാഹ്. തന്റെ മകൾക്കിട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞ നബി തങ്ങളുടെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവരക്തം. അടുത്തതിനെ ഹൈലൊന്നും കൂടി ഇട്ടാ മതിയായിരുന്നു. എടാ, ഇന്നത്തെ തലമുറ എന്തറിയോ? ഈ ഖത്തർ ലോകകപ്പ് നടന്നപ്പോ നമ്മുടെ സമുദായം, പേര് ഞാൻ പറയണില്ല, അങ്കമാലിക്കാരനാണെന്ന് തോന്നുന്നു, തന്റെ അള്ളാഹു വർഷങ്ങൾക്ക് ശേഷം ഒരു മകനെ കൊടുത്തപ്പോ ആ മകനിട്ട പേര് മെസ്സി എന്നാ. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കേ. മറ്റൊരു ചങ്ങാതി ഇട്ടിരിക്കുന്നത് മുഹമ്മദ് സുധാകരൻ എന്ന മോന് പേരിട്ടിരിക്കുന്നത്. സുധാകരൻ എന്ന് പറയുന്ന നേതാവിനോടുള്ള മഹബത്ത് കാരണം തന്റെ മകന് സുധാകരൻ എന്ന് പേരിട്ടിരിക്കുന്നു നമ്മുടെ ഉമ്മത്ത്.
നമ്മൾ ചിന്തിക്കേണ്ടത് മക്കൾക്ക് പേരിടുകയാണ്. എല്ലാവരും വെറൈറ്റിയാ ചിന്തിക്കുന്നത്. ആർക്കും അതിന്റെ അർത്ഥം വേണ്ട. എന്താണ് ഈ അർത്ഥത്തിന്റെ ഗുണമെന്താ? നല്ല പേരിടണമെന്ന് പറയാനുള്ള കാരണം എന്താ? എന്റെ വാപ്പ എനിക്കിട്ട പേര് സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക്. എന്റെ ഉപ്പ എനിക്കിട്ട പേര് 37 കൊല്ലം കൊണ്ട് ഞാൻ കേൾക്കണത് ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക് എന്ന് വിളിക്കുന്നതാ. എത്ര ആൾക്കാർ വിളിച്ചിട്ടുണ്ടാകും. ഇനി ഞാൻ മരിക്കുന്ന കാലം വരെ എന്നെ എല്ലാരും വിളിക്കുന്നത് ദീനിന്റെ വിളക്കെന്ന. അള്ള ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു. ആ വിളി അള്ള കേട്ടത് കൊണ്ടാ ഇന്ന് ഞാൻ ഈ കസേരയിലും നിങ്ങൾ താഴെയും ഇരിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണ് പേരിന്റെ വില. മക്കൾക്ക് നല്ല പേരിടണം, നല്ല അർത്ഥമുള്ള പേരിടണം മക്കൾക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉസ്താദന്മാര് ഏറ്റവും കൂടുതൽ കൊടുങ്ങുന്നത് പഠിക്കണ കാലത്ത് പോലും ഞങ്ങൾ ആരും ഇത്രയും ഡിക്ഷണറി നോക്കിയിട്ടുണ്ടാകില്ല. എവിടെന്നെങ്കിലും ഒരു പേരും തപ്പിയിട്ട് വരും, ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താ? എടാ, അറബി പേരുണ്ടെങ്കിൽ അല്ലേ അർത്ഥം അറിയാം. എവിടെന്നെങ്കിലും യൂട്യൂബിൽ നോക്കി എവിടുന്ന് കിട്ടി? പഠിക്കണ കാലത്ത് പോലും നോക്കിയിട്ടുണ്ടാവോ? ഇവ ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയും ഞാനെന്ത് പാടാ, ഒരു പേരിന്റെ അർത്ഥം പോലും അറിയില്ല. ഉസ്താദിനോട് ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അതങ്ങനെയാണ് കളിയാക്കുന്ന ഒരു രംഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പേരിനെ കുറിച്ച് നല്ല പേര് വേണം മക്കൾക്കിടാൻ. ചുമ്മാ അതെന്തെങ്കിലും വിട്ടിട്ട് കാര്യമില്ല. മക്കൾക്ക് നല്ല പേര് വെക്കണം. അത് വാപ്പയുടെ കടമയാണ്. ഭാര്യ പലതും പറയും, അവൾക്ക് ആഗ്രഹം ഉണ്ടാകും, അവൾക്ക് പല മോഹങ്ങൾ ഉണ്ടാകും, അവളെ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടാകും. പരിഗണിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. മക്കൾക്ക് നല്ല പേര് വെക്ക്. ഏതാ നല്ല പേര്? അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് ഏതാ? അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നല്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഏതെങ്കിലും ഒരു അബ്ദുള്ള, ഒരൊറ്റ മനുഷ്യനുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തുമാ. അദ്ദേഹത്തിന്റെ ഉപ്പായിക്കും അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അബ്ദുള്ള എന്ന പേര് അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്നാ. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും ഒരാള്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. കാരണം അദ്ദേഹത്തിന്റെ അല്ലല്ലേ പേര്, വാപ്പയിട്ടതല്ലേ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അള്ളാഹുടെ അടിമ. അതുകൊണ്ടാണ് നബി തങ്ങൾ എപ്പോഴും ഞാൻ അള്ളാഹുടെ അടിമയാണെന്ന് പറയുക പരിചയപ്പെടുത്തുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് എന്തിനാ ഉസ്താദിന്റെ അടുത്ത് ചോദിക്കണ്ടല്ലോ. അള്ളാന്റെ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ അർത്ഥം നോക്കണേ? പരിശുദ്ധമായ ഖുർആൻ ബദരീങ്ങളില്ലേ, സഹാബത്തില്ലേ, 313 സ്വഹാബത്തില്ലേ, വെറൈറ്റി പേരുകളില്ലേ. എന്തിനാ ഖുർആൻ നോക്ക്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. وَإِنَّا أَرْسَلْنَاكَ شَاهِدًا وَمُبَشِّرًا وَنَذِيرًا وَدَاعِيًا إِلَى اللَّهِ بِإِذْنِهِ وَسِرَاجًا مُنِيرًا. ഖുർആൻ നോക്കിക്കേ. ഇന്നാ അർസൽനാക ഷാഹിദ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബസ്സിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ, സിറാജ്, മുനീർ. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ പേരാടോ? ഇതൊക്കെ പഴയതാണ് ഇപ്പൊ പറയാ. എന്തിനാ? 313 സഹാബത്തുണ്ടല്ലോ, ബദരീങ്ങൾ. അള്ളാഹുവിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറയടോ. എന്താ അതൊക്കെ ബദരീങ്ങളും ഇല്ലാതായോ? ബദരീങ്ങളില്ലാതായോ? മഹാന്മാരും ബദരീങ്ങളും ഔലിയാക്കന്മാരൊക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലാന്ന് പറയുന്ന സമൂഹമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ബദരീങ്ങളുടെ പേര് 313 സഹാബത്ത്. എന്നാ വെറൈറ്റി പേരാന്നറിയോ? ആ മജ്‌ലിസിനൂറൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയേ. എന്തെല്ലാം പേരുകൾ, എന്തെല്ലാം പേരുകൾ. ഞാൻ പറയുന്നത് മക്കൾക്ക് നല്ല പേര് വെക്ക്, മക്കൾക്ക് നല്ല പേര് വെക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേര് വെക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ എന്റെ മകന്റെ പേര്? ഞാൻ അതൊന്നുമല്ല പറഞ്ഞത്. മക്കൾക്ക് നല്ല പേര് വെക്കണം. നിങ്ങൾ മകനിട്ടിരിക്കുന്ന പേര് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, മിസ്അബ്, ഉമൈർ, സഅദ്, നല്ല മനോഹരമായ പേര്. ആയിഷ, ഫാത്തിമ, ഖദീജ, മൈമൂന, നഫീസ, മനോഹരമായ പേരുകൾ, മഹദിമാരുടെ പേരുകൾ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകന് ഒരു വാപ്പ ഇട്ടിരിക്കുന്ന പേര് മുഹമ്മദ് ഹസൻ, അല്ലെങ്കിൽ ആയിഷ, അല്ലെങ്കിൽ ഖദീജ, അല്ലെങ്കിൽ ഫാത്തിമ. നമ്മുടെ മക്കൾക്ക് അർത്ഥമുള്ള പേര് വെച്ചിട്ടുണ്ട്. എത്ര പേരാണ് ആ പേര് വിളിക്കുന്നത്? എടാ, ഇന്ന് ഉപ്പായും ഉമ്മായും അബൂബക്കർ എന്ന് പേരിട്ടവൻ, അല്ലെങ്കിൽ ഹസൻ എന്ന് പേരിട്ടവൻ, മോനെ ഹസനെ എന്ന് വിളിക്കേണ്ടതിന് പകരം മോനെ അക്കുവേ, മോനെ കുക്കുവേ, മോനെ, ചുമ്മാതല്ല അവൻ കൂമ്പിടിച്ചു പാട്ടുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, മകന് അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്ന് പേരിട്ടിട്ട് വാപ്പ അവനെ വിളിക്കുന്നത് അക്കൂന്ന. അക്കൂന്ന് പറഞ്ഞ എന്താ?
ബാലരമയ്ക്കകത്തുള്ളൊരു ജീവിയുടെ പേരാണ് എന്റെ ഓർമ്മ. ചുമ്മാതല്ല, അവൻക്ക് നാൽക്കാലിയെ പോലെ നിന്നോട് പെരുമാറുന്നു. അക്കൂന്നും എടാ, ഒരു വാപ്പയും ഉമ്മയും മക്കൾക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ ലോകത്ത് ഏത് നബി ദുആ ചെയ്താലും സ്വീകരിക്കുമോ? ഒരു വാപ്പ ഒരു ഉമ്മ തന്റെ മകന് ദുആ ചെയ്ത അതിനേക്കാളും വലിയ ദുആ. ഒരു ഉമ്മ തന്റെ നാവ് കൊണ്ട് എടാ നന്മയുള്ളവനെ, എടാ നന്മയുള്ളവനെ എന്ന് 100 വട്ടം വിളിക്കുമ്പോ ഒരു വട്ടമെങ്കിലും അല്ലാഹ് കേൾക്കത്തില്ലേ ഉമ്മ? അത് നമ്മൾ വിളിക്കൂല. പെണ്ണും കെട്ടി 2 മക്കളായി ഇപ്പോഴും വാവേനാ വിളിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം മക്കളെ വിളിക്കുന്നത് എടോ മക്കളുടെ പേര് വിളിക്ക്. നീ മോനേന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മോളേന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞില്ല. അതൊക്കെ ഇഷ്ടമുള്ളവര് വിളിക്ക്. പക്ഷെ നിന്റെ മക്കൾക്ക് നീ നല്ല പേരിട്ടാൽ ആ നല്ല പേര് വിളി. പേരിന്റെ വില എന്താ? ആ പേരിന്റെ അർത്ഥം ആ മക്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാകും. കൊച്ചുകുട്ടികൾ ജനിച്ചാൽ അവർക്ക് തൊട്ടുകൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തൊട്ടുകൊടുക്കണ്ടേ? തൊട്ടുകൊടുക്കണ്ടേ? ഈ തൊട്ടുകൊടുക്കുന്നതിൽ വല്ല പ്രയോജനമുണ്ടോ? തൊട്ടുകൊടുക്കുന്നതിന് വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരാം. കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തേന്ന്. കുരുത്തക്കേട് കാണിക്കുമ്പോ ഇവൻ ആരാ തൊട്ടുകൊടുത്തേ? ആ ഇന്ന മനുഷ്യൻ. ഓ, അങ്ങാരുടെ സ്വഭാവമല്ലേ ഇവൻ കാണിക്കൂ. എടോ, നല്ലവരെ കൊണ്ട് വേണം തൊട്ടുകൊടുപ്പിക്കാൻ. അല്ലാഹുവേ, നിസ്കാരമുള്ള പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ വേണം മക്കൾക്ക് തൊട്ടുകൊടുക്കാൻ. കാരണം ആ തൊട്ടുകൊടുക്കുന്നവന്റെ സ്വഭാവ ഗുണം ആ മക്കൾക്ക് ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ബാങ്ക് ഇഖാമത്ത് പോലും ഇല്ല എന്ന് പറയുന്ന കാലമില്ലേ? ബാങ്ക് ഇഖാമത്ത് പോലും വിളിക്കാൻ പാടില്ല എന്ന് ഇതൊക്കെ പുതുതായി വന്നേന്ന് പറയുന്ന കാലവാ. അതങ്ങനെ ഇനി പലതും വരാനിരിക്കുന്നു. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ഇനി അങ്ങോട്ട് പോകും തോറും ഇതൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം കഴിയുമ്പോ ഇതുപോലെയുള്ള നേർച്ചകളും മുറൂസുകളും സലാത്ത് മജ്ലിസുകളും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, മക്കൾക്ക് നല്ല പേര് വെക്ക്. പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് നിന്റെ നാവ് കൊണ്ട് വിളിക്ക്. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു ആ വിളി കേൾക്കും. നമ്മുടെ മക്കൾ നന്നാകാൻ അതൊരു കാരണമാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മക്കളുടെ പേര്, മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാ. ഇന്ന് വീട്ടിൽ വരുമ്പോ വാപ്പായോട് ഉമ്മായോടും മക്കൾ ചോദിക്കും, ഉമ്മ എന്റെ പേരിന്റെ അർത്ഥം എന്താണ്? നാളെ ഉസ്താദന്മാരൊക്കെ വരും. അള്ളാഹുവെ സൂക്ഷിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കളെ വീട്ടിൽ ചെന്നിട്ട് ഉപ്പാനോട് ചോദിക്കും എന്റെ പേരിന്റെ അർത്ഥം എന്താണ്? വാപ്പ ഫേസ്ബുക്ക് എടുക്കേണ്ടി വരും രാത്രി. അവിടെ രാജകുമാരൻ എന്നും രാജകുമാരി എന്നും എന്തൊക്കെ വെറൈറ്റി പേരുകളാ. വെറൈറ്റി പേരുകൾ ചോദിക്കുന്ന കാര്യം. ഇന്നത്തെ പെണ്ണുങ്ങൾ പേരുകൾ വലിയ വിഷയമാ. ഇന്ന് ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ പേര് മാറും. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പേര് മാറി. എന്റെ ഭാര്യയുടെ പേര് സുമയ്യ. അള്ളാഹു അവൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കല്യാണം കഴിയുമ്പോൾ പെണ്ണിന്റെ പേര് മാറും, സുമയ്യ സിറാജ്. കാരണം കെട്ടിയത് ഞാനായതുകൊണ്ട്. ഇന്ന് കല്യാണം കഴിയുമ്പോ പെണ്ണുങ്ങളുടെ പേര് മാറും. എന്നാ പെണ്ണുങ്ങൾ പഠിച്ചു വെച്ചോ, ഒരാളുടെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് മാത്രമേ ചേർക്കാൻ അവകാശമുള്ളൂ. ഒരാളുടെ പേരിന്റെ കൂടെ, നിന്റെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് മാത്രമേ ചേർക്കാൻ അവകാശമുള്ളൂ. അത് ആരുടെ പേരാണെന്നറിയോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിന്റെ പേര്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം വാപ്പയുടെ പേരല്ലാതെ വേറൊരു പേര് ചേർക്കാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് ഫാത്തിമ അലി എന്ന ഫാത്തിമ അലി എന്നാണോ? അല്ല, നബി തങ്ങളുടെ പേര് വാപ്പയുടെ പേരാ ചേർക്കുക. ഖത്താബിന്റെ മകൻ ഉമർ തങ്ങളുടെ വാപ്പ ഖത്താബ്, ആ മനുഷ്യനിലേക്ക് ചേർത്ത് പിതാവിലേക്ക് ചേർക്കുക. അല്ലാതെ ഭർത്താവിന്റെ പേര് കൂടെ ചേർത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവ് എപ്പോ വേണമെങ്കിലും നിന്നെ തേച്ചിട്ട് പോകും. അതെന്താ നീ തിരിയാത്തെ? ഭർത്താവ് നീയും തമ്മിലുള്ള ബന്ധം എപ്പോ വേണമെങ്കിലും തീരാം. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം പിന്നെ ആധാരം തിരുത്താൻ നടക്കണ്ടേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ നല്ല പേരിടണം മക്കൾക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. 3 ഇതുകൂടെ പറഞ്ഞു പിരിയാം. 3, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള മൂന്നാമത്തെ കടമ, വാപ്പ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മകനോട് ചോദിച്ചു, നിന്റെ വാപ്പ നിനക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഖുർആനിലെ ഒരു ഹർഫ്.
എന്റെ വാപ്പ എനിക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരക്ഷരം എനിക്ക് എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ നിരന്നിരിക്കുന്ന ഉപ്പമാരോട് നിന്റെ കടമയാണ് നിന്റെ മക്കൾക്ക് അള്ളയാരാണെന്ന് പറഞ്ഞു കൊടുക്കൽ. ഉസ്താദിന്റെ ജോലിയല്ല, നിന്റെ ജോലിയാ. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളയാരാ, അള്ളാഹുവിന്റെ പ്രവാചകനാരാ. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൽ നിന്റെ കടമയാണ്. നിന്റെ മക്കളെ നന്നാക്കൽ നിന്റെ ബാധ്യതയാണ്. പഠിച്ചവനെ ഇന്ന് മക്കൾക്ക് അള്ളയാരാണെന്നറിയില്ല, അള്ളയാരാണെന്നറിയില്ല. വാപ്പ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് തൂങ്ങിച്ചാകാൻ കേറുന്നത്, വിഷമടിക്കാൻ കേറുന്നത്, പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്നത്, ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ റൂമിനകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. നിന്റെ മക്കൾക്ക് അള്ളാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ, നിബിധങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ മക്കള് രക്ഷപ്പെടൂ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചെറിയ കുഞ്ഞായിരുന്നപ്പോ തന്റെ സഹോദരങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയിട്ട്, നീ ഒരുത്തൻ കാരണമാണ് വാപ്പ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടപ്പിറപ്പുകളെ കാലുകൊണ്ട് തട്ടുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് അവര് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അള്ളാനോട് പറയുകയാ, യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകന് അതാ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ യൂസുഫ് പറയുന്നു, അല്ലാ എനിക്ക് നീയല്ലാതെ ആരുമില്ല, അല്ലാ എന്നെ സഹായിക്കണേ അല്ലാ. ആ ചെറിയ കുട്ടി പൊട്ടക്കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് പടച്ചവനോട് പറയുകയാ, അല്ല വിളിക്കുന്നു ജിബ്രീലേ, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു, പെട്ടെന്ന് ചെന്നിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തു. പടച്ചവനെ പൊട്ടക്കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവേ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൈകൊണ്ട് താങ്ങിയെടുത്തു. അവിടെ ഒരു സൈഡിൽ കാണുന്ന പാറയുടെ പുറത്തിരുത്തിയെന്ന ചരിത്രം പറയുമ്പോ അല്ല ആരാണെന്ന് യാക്കൂബ് നബി യൂസുഫ് എന്ന് പറയുന്ന മകന് പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ മകനതറിയില്ല, നിന്റെ മകൾക്കതറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ദീനുമായി ബന്ധമില്ലാതെ പോകുന്നത്, അവര് തലതിരിഞ്ഞു പോകുന്നത്, അവര് വിശ്വാസത്തിൽ വഴിപിഴച്ചു പോകുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കടമയാണ് തന്റെ മക്കളെ നന്നാക്കലു, തന്റെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കലു, തന്റെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലു. അത് വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ നന്നാക്കേണ്ട ബാധ്യത വാപ്പയ്ക്ക. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൈക്ക് സെറ്റുകാരാ, നിങ്ങൾ ആദ്യം വെച്ചില്ലേ, പിന്നെ നിങ്ങൾ മാറ്റി. ആ ഒരു വെടികെട്ട് കിട്ടപ്പോ അത് പോയി, കത്തിയതൊന്നും അല്ല, ആ പഴയതുപോലെ തന്നെ വെച്ചാല്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്നിട്ട് നോക്കിക്കേ, 7 വയസ്സുള്ള കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണോടാ മക്കളെ? അടിച്ച് നിസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത് കേട്ടോടാ മക്കളെ, നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്ക്. 4 പേരുണ്ട്, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ബാക്കിയിരിക്കണ എല്ലാ ആണുങ്ങളുടെയും മക്കൾ 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കല്ല, ഞാനും നിങ്ങളെ പോലെ ചോറുണ്ണുന്നവനാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, മക്കള് നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണം. വാപ്പയെങ്ങാനും നിസ്കരിക്കാൻ പോടാന്ന് പറഞ്ഞിട്ട് മക്കളെ തല്ലാൻ പോയാ മക്കള് വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും. പണ്ടൊരുത്തൻ ഹജ്ജിന് പോയിട്ട് ജംറയിൽ ചെന്നിട്ട് കല്ലെറിയുമ്പോ ഇബ്ലീസ് ചോദിച്ചു, അത്ര അളിയാ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്, നീ എന്നെ എറിയുന്നോടാ എന്ന് ചോദിച്ചു എന്ന് പറയുന്ന പോലെ നിസ്കരിക്കാൻ പോകാത്തതിന്റെ പേരിൽ മക്കളെ തല്ലാൻ വാപ്പ പോയാ മക്കള് വാപ്പാനോട് പറയും, ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോ, പിന്നെ എന്നെ തല്ലാൻ വാ. ആദ്യം നിങ്ങളൊന്ന് നന്നാക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ആദ്യം നീ നന്നാക്. നീ നന്നായാൽ നിന്റെ മക്കള് നന്നാകും.
ആദ്യം നീ നന്നാക്, നീയും നിന്റെ ഭാര്യയും നന്നാക്, നിന്റെ മക്കളും നന്നാകും. നീ നന്നാകാതെ മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നീ നല്ലവനാണെങ്കിൽ നിന്റെ മക്കളോട് നന്നാകാൻ പറയണ്ട. ഉദാഹരണം, നിന്റെ ഭാര്യ നിസ്കരിക്കുമല്ലോ. ചെറിയ മക്കള് വീട്ടിലുള്ള ഉമ്മമാർ അവര് നിസ്കരിക്കുമ്പോ ഉമ്മാടെ മുമ്പിൽ വന്ന് നിക്കറിട്ടില്ലെങ്കിലും സുജൂദിൽ കിടക്കും ഈ കൊച്ചു മക്കള്. വാപ്പ പള്ളിയിൽ പോയില്ലെങ്കിൽ, നിത്യമായി നിസ്കരിക്കാൻ പോകുന്ന വാപ്പ പള്ളിയിൽ പോയില്ലെങ്കിൽ ചെറിയ മക്കള് ചോദിക്കും, ഇന്ന് പള്ളിയിൽ പോയില്ലേ വാപ്പ, എന്ത് പറ്റി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദ്യം നന്നാകേണ്ടത് നമ്മളാ. നമ്മൾ നന്നായാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നാവുകയാണ് എന്ന് ഉപ്പമാര് പടച്ചറപ്പ്. നന്നാക്കാ സമയമില്ലടോ, നമ്മൾ നന്നാകണം, നമ്മൾ നന്നാകണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ ദുആ ചെയ്യണേ. നബി തങ്ങൾ പറഞ്ഞു, ഈ ദുആ ചെയ്യണേ. പെണ്ണ് കെട്ടിയവനും കെട്ടാത്തവനും എല്ലാവരും പറയേണ്ട ദുആയാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. എന്താണ് പറയുന്നതെന്നറിയോ? പടച്ചവരേ, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണേ പടച്ചവനെ. അവരെ നല്ലവരാക്കണേ, അവരെ നല്ലവരാക്കണേ അല്ലാഹുവേ. എന്നിട്ട് പടച്ചവനോട് പറയുകയാ, എന്റെ ഭാര്യയെ നന്നാക്കണം, എന്റെ മക്കളെ നന്നാക്കണം, അവരെ എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം. ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ. ഒരു ഭർത്താവ് തന്റെ വീട്ടില് ഇമാമാടോ, ഇമാമാടോ. നിന്നെ കണ്ടാണ് നിന്റെ ഭാര്യ വളരുന്നത്, നിന്നെ കണ്ടാണ് നിന്റെ മക്കൾ വളരുന്നത്. നീ ഇമാമാകണം, പള്ളിയിലെ ഇമാമല്ല, നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളുടെയും ഇമാമാകണം. അവര് നിന്നെയാണ് റോൾ മോഡലാക്കേണ്ടത്. നിന്നെ കണ്ടിട്ട് വേണം നിന്റെ ഭാര്യ നന്നാകാൻ, നിന്റെ സ്വഭാവം കണ്ടിട്ട് വേണം നിന്റെ മക്കള് നന്നാകാൻ. പക്ഷേ ഇന്ന് സമയമില്ല. നല്ലവരായ ഒരുപാട് വാപ്പമാരുണ്ട്. നീ നിസ്കരിക്കുന്നവനാ, നീ നോമ്പ് പിടിക്കുന്നവനാ, നീ സദഖ കൊടുക്കുന്നവനാ, നീ വഅദ് കേൾക്കുന്നവനാ, നീ മഹാന്മാരെ ആദരിക്കുന്നവരാ. പക്ഷേ നീ നിന്റെ ഭാര്യയെ പരിഗണിക്കൂല, നിന്റെ മക്കളെ പരിഗണിക്കൂല. വാപ്പാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീ മാത്രമല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോയാ പോരാ, പോകുമ്പോ നിന്റെ ഭാര്യയെ കൊണ്ടുപോകണേ, പോകുമ്പോ നിന്റെ മക്കളെ കൊണ്ടുപോകണേ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അറഫാ പ്രഭാഷണത്തില് നബിതങ്ങളെ പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖുല്ലാഹ ഫിന്നിസാ. നബിതങ്ങളെ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തില് നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ,
ആ മക്കളെ നന്നാക്കല് നിന്റെ കടമയാ. പടച്ചവരേ, അല്ലാതെ നീ താടിയുള്ളവനാ തഴമ്പുള്ളവനാ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നീ നന്നാക്കണം നിന്റെ ഭാര്യയെ, നീ നന്നാക്കണം നിന്റെ മക്കളെ. ഇല്ലെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോ ണ പള്ളിയുടെ പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ കടന്നു വരുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ, ആ അള്ളാഹുവിന്റെ കോടതിയില് അള്ളാഹു കരുണ കാണിക്കാത്ത, പടച്ചവൻ സംസാരിക്കാത്ത, അള്ളാഹു മുഖത്ത് നോക്കാത്ത 3 വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുകയാ. ണങ്കെട്ടവരാ, അവര് പരലോകത്തിലെ വൃത്തികെട്ടവരാ, ഏറ്റവും മോശക്കാരാ. അവരാരെന്നറിയോ? 3 വിഭാഗമാണ്. അവര് കള്ള് കുടിക്കുന്നവര് മാത്രമല്ല, വ്യഭിചരിക്കുന്നവര് മാത്രമല്ല, പലിശ തിന്നുന്നവര് മാത്രമല്ല, ചെയ്യുന്നവര് മാത്രമല്ല, നാളെ പരലോകത്ത് അള്ളാഹു പരിഗണിക്കാത്ത ഏറ്റവും മോശമായവര് 3 വിഭാഗമാ. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ, നിസാരമാക്കുന്ന ഉപ്പാ. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തന്റെ ഭാര്യയും മക്കളും ചെയ്യുന്നത് പാപമാണെന്ന് നിനക്കറിയാം, നീ തിരുത്തൂല, നീ അത് നിസാരമാക്കും, നീ വെറുതെയാ, അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കരിപ്പിക്കേണ്ടത് നിന്റെ ബാധ്യതയാ. നിനക്കു മാത്രമല്ല നിസ്കാരം നിർബന്ധം, അവർക്കും നിർബന്ധമാ. നീ സുബഹിക്ക് പള്ളിയിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നീ വരുന്ന വഴിയിലല്ലേ നിന്റെ മകന്റെ റൂം, എന്തുകൊണ്ട് നീ വിളിച്ചുകൊണ്ട് പോയില്ല? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നീ പെണ്ണ് കെട്ടിയിട്ട് മരുമന്റെ കൂടെ കിടക്കുന്നല്ലോ, നിന്റെ മകള് കല്യാണം കഴിച്ച മകള് വീട്ടിൽ കിടക്കുന്നല്ലോ, എന്നാലും നീ വിളിക്കണം. നബി തങ്ങൾ പോകുമായിരുന്നു ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം നിസ്കരിക്കാൻ വിളിക്കാൻ. വാപ്പയുടെ കടമയാ, ഉമ്മയുടെ കടമയാ തെറ്റുതിരുത്തൽ. നിന്റെ മകന്റെ അവസ്ഥ ആലോചിക്കേ. ഇന്നത്തെ കുട്ടികളുടെ തലയിൽ നോക്കിക്കേ, പടച്ചവന് കുരുവിയുടെ കൂട് പോലെ മുടിയും ചുമന്ന് നടക്കുന്ന മക്കൾ, കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത മക്കൾ, പടച്ചവനെ മുടിയും ചുമന്നുകൊണ്ട് നടക്കുന്ന മക്കൾ. നിന്റെ മക്കളുടെ അവസ്ഥ നോക്കിക്കേ. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് നിനക്കറിയാം, അവൻ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുക. അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. കീറിയ പാൻറ് വിട്ട് നടക്കുന്ന ചെറുപ്പക്കാരില്ലേ, അവന്റെ വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കാരണം അങ്ങാർക്ക് ബർക്കത്തുണ്ടായാലല്ലേ മോന് കീറാത്ത ഒരു പാൻറ് പിടിച്ചു കൊടുക്കാൻ പറ്റൂ. പണ്ടത്തെ പെണ്ണുങ്ങള് ഒരു ബട്ടൺസ് പോയാ തച്ചു വെക്കും. ഇന്ന് മകന്റെ കീറി പറഞ്ഞ പാൻറ് കണ്ടിട്ടും പെണ്ണുങ്ങൾക്ക് കരുണ തോന്നാറില്ല. അള്ളാഹു അവർക്ക് കരുണ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്തവരാണോ? വാപ്പ പിന്നാര നിസ്കാരം കഴിഞ്ഞ് ഇപ്പൊ ഈ വയൽ നടക്കുന്നു, എല്ലാം ഇരിക്കുന്നുണ്ട് ഇവിടെ. വയൽ കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ പടച്ചവനെ ഈ ഉടുത്തിയ മുണ്ടൊരു പൊക്കുണ്ട്, പൊക്കിയിട്ട് മാക്സിമം ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തൊടയിൽ അടിച്ചോണ്ടാ വയൽ കഴിഞ്ഞ് പോകുമ്പോ പോവുക. വയലിന് വന്നവരൊക്കെ വാപ്പയുടെ തൊട കാണണം, അത്രയ്ക്കും മാക്സിമം പൊക്കും. പിന്നല്ലേ മോന്റെ കാര്യം ആലോചിച്ച് വെക്കുക. നമ്മൾ പറയും അറിവാണല്ലോ, സാരമാക്കി കാണേണ്ട കാര്യമല്ലല്ലോ. നിന്റെ തൊട നാട്ടുകാർക്ക് കാണിച്ച എടാ നീയേ പിഴച്ചു, എന്തിനാ മറ്റുള്ളവരെ കൂടെ നരകത്തിൽ കൊണ്ടുപോകുന്നത്? നീ മുണ്ടും മടക്കി കുത്തി നാട്ടുകാരുടെ മുമ്പിൽ ഔറത്ത്, ഹാജിയാര്, തൊപ്പിയുള്ളവൻ, തലപ്പുള്ളവൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ, പള്ളിയിലെ സെക്രട്ടറിയാ, പ്രസിഡന്റാ, മോളുടെ കോലം ഒന്ന് കാണണം, ഭാര്യയുടെ കോലം ഒന്ന് കാണണം, തലമറയ്ക്കുന്നില്ല, ഔറത്ത് മറയ്ക്കുന്നില്ല, അങ്ങനത്തെ നടക്കുന്നൊരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കുട്ടികൾ വീടുകളിൽ ചെന്ന് നോക്കിക്കേ. ഇന്ന് വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ നിക്കറിട്ടുകൊണ്ട് നടക്ക ചെറുപ്പക്കാര്. ചെറിയ നിക്കറ്, വെറുമ്പൂട, സായിപ്പിട്ട അത് വെറുമ്പൂട. മുട്ടുപൊക്കളിന്റെ മുകളിൽ നിൽക്കണ, മുട്ടിന് മുകളിലുള്ള ചെറിയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ നിക്കർ വിട്ടുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാര് നടക്കുന്നു. ആരുടെ മുമ്പിലൂടെ? 15ഉം 16ഉം വയസ്സുള്ള സ്വന്തം സഹോദരിയുടെ മുമ്പിലൂടെ ഔറത്ത് തുറന്നിട്ട് നടന്നിട്ട് ഈ ഹാജിയാര് മിണ്ടുന്നുണ്ടോ?
സ്വന്തം കൂടപ്പിറപ്പിന്റെ മുമ്പിലൂടെ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് മകൻ നടക്കുന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വീട്ടിലില്ലേ? നിന്റെ സഹോദരിയല്ലേ? ഈ പെണ്ണുങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന രീതിയിലാ ധരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ അവര് കൂടപ്പറപ്പല്ലേ, എന്താ കൂടപ്പറപ്പിന് കാണാൻ പറ്റുമെന്ന് നീ എവിടെന്നാ പഠിച്ചേ? കൂടപ്പറപ്പിന്റെ ഔറത്ത് കാണാൻ പറ്റുമോ? ഒരു മുടി കാണുന്നത് പോലെയല്ല. എടാ വാപ്പാടെ ഔറത്ത് കാണാൻ പറ്റുമോ? ഒരു വാപ്പയുടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? ഒരു ഉമ്മയുടെ ഔറത്ത് കാണാൻ പറ്റുമോ? നിങ്ങൾ എന്തേ വിചാരിച്ച നല്ല മക്കളെ കിട്ടുമെന്ന്? മക്കളെ വളർത്തേണ്ടത് എങ്ങനാ? ഇംഗ്ലീഷ് ഇവിടെ ഒരുമിച്ചിരുന്ന് കാണുന്ന വാപ്പായും ഉമ്മായില്ലേ? കൂടപ്പറപ്പുകൾ ഒരുമിച്ചിരുന്ന് പെരുന്നാൾ വരുമ്പോ തിയേറ്ററിൽ പോകും പടം കാണാൻ, അരപ്പാവാടയിട്ട് ആടുന്നത് കാണാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, സക്കാഫി ഉസ്താദൊക്കെ ഉണ്ട്, നിങ്ങൾ ചോദിക്ക്. നാളെ രാവിലെ പോയിട്ട് ഖുർആനിൽ ആയത്തിലെത്തി ചോദിക്ക്. 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഏത് 3 മക്കള്? ഏത് സമയം? ഏതാ മക്കള്? 15 വയസ്സും 20 വയസ്സും ഉള്ളവനല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കള് മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. എപ്പോഴാ 3 സമയം? ഒന്ന് വെളുപ്പാങ്കാലം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ വാപ്പായും ഉമ്മായും റൂമിന്റെ അകത്തുള്ളപ്പോ മക്കള് പോയിട്ട് കതകി തട്ടിയിട്ട് ചോദിക്കണം, ബാപ്പാ ഞാൻ കേറി വരട്ടെ, ഉമ്മ ഞാൻ കേറി വരട്ടെ. ഇല്ലാതെ കേറാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏതാ 3 സമയം? ഒന്ന് വെളുപ്പാങ്കാലം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. എന്തുകൊണ്ട്? ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. എന്താണ് ഉദാഹരണം? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ആണുങ്ങൾ ഒരു മുണ്ടെടുത്തിട്ട് കിടത്തുറങ്ങും. ചങ്ങായിമാരെ മിണ്ടായിരടാ, ഓനെ പിടി. 6 അടി നീളത്തിൽ ഞാനിവിടെ ഇരിക്കുന്നതാ. ആണുങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. രാവിലെ 4 മണിക്കോ 5 മണിക്കോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് എന്റെ മുണ്ട് എന്തേ ആമിന, എന്റെ മുണ്ട് ദോ കിടക്കുന്ന കട്ടിലിനടിയിൽ എടുത്തു മനുഷ്യ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാവിലെ 4 മണിക്കോ 5 മണിക്കോ പ്രായപൂർത്തിയാകാത്ത ഒരു മകൻ വീടിന്റെ അകത്തേക്ക്, റൂമിന്റെ അകത്തേക്ക് അനുവാദം ചോദിക്കാതെ കയറി വന്ന ഗോവ കടപ്പുറത്ത് സാഹിബ് കിടക്കണമല്ല, വാപ്പ കിടക്കുന്നത് ഔറത്ത് തുറന്നിട്ടുകൊണ്ട് കിടക്ക. അപ്പൊ ഈ 10 വയസ്സുള്ള ഒരു കുട്ടി വാപ്പാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുവോ? 10 വയസ്സുകാരനെ പോകട്ടെ, 40 50 വയസ്സുള്ളവന് തോന്നുവോ? ഉമ്മയുടെ ഔറത്ത് കണ്ട ഒരു മക്കൾക്കും ഒന്നും തോന്നാറില്ല. വാപ്പയുടെ ഔറത്ത് കണ്ട ഒരു മോൾക്കും ഒന്നും തോന്നാറില്ല. എന്നിട്ടും അല്ല പറഞ്ഞത് കാണണ്ടാന്നാ. വാപ്പയുടെ ഔറത്താണെങ്കിലും ഉമ്മയുടെ ഔറത്താണെങ്കിലും മക്കള് കാണണ്ട. കാരണം എന്താ? ചുട്ടയിലെ ശീലം, ആ ചെറുപ്പത്തിലെ ശീലം. ആ മക്കൾ ഉപ്പാടെയും ഉമ്മാടെയും ഔറത്ത് കാണണ്ട. കണ്ടാൽ അതവര് ഭാവിയിൽ ദോഷം ചെയ്യും. ഇന്ന് സിനിമ കാണുന്നത് ഒരുമിച്ചിരുന്ന ഉമ്മായും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് തിയേറ്ററിൽ പോയിട്ട് പ്രേമ സിനിമ, പ്രണയ സിനിമ, കെട്ടിപ്പിടുത്തവും ആട്ടവും എന്തൊക്കെയാ. നല്ല കുടുംബം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് വിചാരിച്ചോ? മക്കളെ വെറുതെ കിട്ടുമെന്ന് കരുതിയോ? പെങ്ങളെ, അള്ളാഹു നിന്നെയൊന്നും വെറുതെ വിടില്ല. വാപ്പാ നിന്റെ പൊന്നാര മക്കളോട് പറയണം, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് നടക്കുന്നവനോട്, എടാ ഇവിടെ നിനക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഉണ്ടടാ, നീ അവരുടെ മുമ്പിൽ ഇങ്ങനെ നടക്കരുത്. മോളെ, നിന്റെ സഹോദരന്റെ മുമ്പിൽ നീ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരെണ്ണം പോലും ആ കുടുംബത്തിൽ ഇല്ലാതെ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പാ നിന്നെ അല്ലാഹു വെറുതെ വിടില്ല. നീ നല്ലവനാണ്. ഈ പള്ളിയിൽ അസറിന് വന്ന മഗ്രിബും ഇശായും നിസ്കരിച്ചു, അദ്ദാദം കഴിഞ്ഞ് ഉസ്താദിനോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്തിട്ടാ നീ വീട്ടിൽ പോകുന്നത്. നീ നല്ലവനാ. പക്ഷേ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചു, നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാ. നീ
ഇശായും കഴിഞ്ഞ് ഹജ്ജാദ് ഓതിയിട്ടാ നീ പോണേ. നീ ചെല്ലുമ്പോ കാണുന്ന എന്താ? നീ കെട്ടിയ, നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ ഇങ്ങനെ കണ്ടുകൊണ്ട് സീരിയല് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തെറ്റല്ലേ? സിനിമ കാണാൻ പാടുണ്ടോ? സിനിമ കാണാൻ പാടുണ്ടോ? സീരിയല് കാണാൻ പാടുണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കള് കള്ളം പറയാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് തെറ്റാ വാപ്പ. ഇത് കാണാമെന്ന് ഏത് മഹാൻ പറഞ്ഞാലും നീ അംഗീകരിക്കരുത്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് കാണരുതെന്ന്. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. ഖുർആൻ നിനക്കാരും വലിയ തെളിവില്ലല്ലോ. എത്ര വലിയ ഹാജിയാര് ഏത് വീട്ടിൽ പോയാലും TV, സിനിമ, സീരിയൽ, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും പാവമല്ല. കള്ളു കുടിക്കലാ പാപം, വ്യഭിചരിക്കലാ പാപം, പലിശ തിന്നലാ പാപം. ഇതൊന്നും പാവമല്ല സിറാജെ. ഇതൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യണതല്ലേ. ഇടോ പാപം ചെയ്യാ ഇന്ന് പേടിയില്ലടോ ആർക്കും. പണ്ടായിരുന്നു പേടി. ഇന്ന് പണ്ട് വീടി വലിക്കാൻ പേടി. ഒളിച്ചും പാത്തു ഇരുന്ന് വീടി വലിക്കും. ഇന്ന് പരസ്യമായിട്ട് വലിക്കും. പള്ളിയുടെ മുമ്പില് ഈ അസർ നിസ്കാരം കഴിയുമ്പോ കുറെ പ്രായമുള്ള ഉപ്പാമാര് പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കും. എല്ലാ പള്ളിയിലും കാണും. ഇവിടത്തെ അവസ്ഥ എനിക്കറിയില്ല. അള്ളാഹു അവർക്ക് ഈമാൻ കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു പയ്യൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കാം. അപ്പൊ ഈ അത്താമാര് ഇത് കണ്ടു. അത് ആരുടെ മകനാ കൂടാ? അപ്പൊ എന്നടാ പള്ളിയുടെ മുമ്പിൽ എന്തുവാ? അവരിങ്ങനെ പരസ്പരം പറയാ, ആരുടെ മോനാടാ അവൻ പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കുന്നു. ഇവരിങ്ങനെ പരസ്പരം പറയുന്നത് നിസ്കരിച്ചിട്ട് പോകുന്ന ഒരു സഹോദരൻ കേട്ടു. അപ്പൊ ഈ വീടി വലിച്ചവന്റെ വാപ്പായെ കണ്ടപ്പോ ഈ ചങ്ങാതി പറഞ്ഞു, ഹബീബെ, നിങ്ങളുടെ മോൻ പരസ്യമായിട്ട് ആ വാപ്പാമാരുടെ മുമ്പിൽ പള്ളിയുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കുന്നു ഞാൻ കണ്ടു. അവരൊക്കെ ഓരോന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനോട് പറയണം, ഒന്ന് മാറി നിന്ന് വലിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. അവൻ വീടി വലിച്ചോട്ടെ. പക്ഷെ പരസ്യമായിട്ട് പള്ളിയുടെ മുമ്പില് ഒന്ന് മാറി നിന്ന് വിളിക്കാനെങ്കിലും പറ, ഒന്ന് വലിക്കാൻ. അപ്പൊ ആ വാപ്പ പറയാ, നീ അവനെ കാണുവാണെങ്കിൽ പറയണം, എന്റെ മുമ്പിൽ ഇരുന്ന് വലിക്കല്ലേ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവൻ വാപ്പാടെ മുമ്പിൽ ഇരുന്ന് വലിക്കുന്നവനാ. എടോ, പാപം ചെയ്യാൻ ഇന്നും മനുഷ്യന് പേടിയില്ലടോ. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. അല്ലാ 10 മണിയായിപ്പോ. ഞാൻ 10 മണിക്ക് നിർത്താന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയേ. ഇപ്പൊ 10 മണി കഴിഞ്ഞു. വാക്ക് പറഞ്ഞ പാലിക്കണം, ഇല്ലെങ്കിൽ പിന്നെ എന്നാ വായത്? വാക്ക് പാലിക്കാത്തതിന്റെ പേരില ആദം നബിയെ ഉടുതുണി പോലും കൊടുക്കാതെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വാക്ക് പാലിക്കാത്തതിന്റെ പേരില. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ ഇത്തിരി നേരം കൂടെ പറയാം. എനിക്ക് നാളെ രാവിലെ 5:30 സുബഹി നിസ്കാരത്തിന് മലപ്പുറത്ത് എത്തണം, വളാഞ്ചേരിയിൽ. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം. ഇരിക്കുവോ? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എടോ, പണ്ട് ഇപ്പൊ പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു 15 വർഷം മുമ്പ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കോ വാപ്പമാരെ? ഒരു 15 വർഷം മുമ്പ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ആരും കള്ളു കുടിക്കത്തില്ല. കള്ളു കുടിയാൻ പള്ളിയിലും വരത്തില്ല. വ്യഭിചരിച്ച് നടക്കുന്ന ഒരുത്തനും പള്ളി വരൂല. പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി വരൂല. പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. അത് പണ്ട്. ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. ഇപ്പോ കഞ്ചാവ് അടിക്കുന്നവന് നിസ്കരിക്കാൻ പള്ളിക്കകത്ത് വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കള്ളും കുടിക്കും, കഞ്ചാവടിക്കും, മയക്കുമരുന്നടിക്കും. അവ ഓടെ കിടക്കുന്നവനാ വെള്ളിയാഴ്ച പള്ളിക്കകത്ത് വരും നിസ്കരിക്കാൻ. കള്ളും കുടിക്കും, നിസ്കരിക്കാൻ പള്ളിയിൽ വരും. പേടിയില്ല. നാട്ടിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയനാ പള്ളി പരിപാലിക്കാൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. പള്ളി പരിപാലിക്കുന്നവന്റെ പൂർവ്വചരിത്രം എടുത്തു നോക്കിയാ അവൻ പ്രതിയായിരിക്കും പല കേസിലും. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യാറുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട്. അള്ളാഹു ഇവിടുത്തെ ഇമാമിന് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആരെന്നറിയില്ല, ഉസ്താദന്മാര് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്കാ അല്ലാഹ് ഇത് ചെയ്യണേന്ന്. കാരണം ആമീൻ കേൾക്കാറില്ല. എല്ലാം സദ്യ ഉണ്ടായിരിക്കുന്ന പോലെ ചമ്മണം കൂട്ടി ഇരിക്കുക, ഇല ഇട്ട അങ്ങോട്ട് വെട്ടാൻ. ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ ജനറൽ ബോഡിയിലോ പൊതുയോഗത്തിലൊക്കെ വരണം. നാവുണ്ടോന്ന് അറിയണമെങ്കിൽ. ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്. ഞാൻ പണ്ട് പഠിച്ചിറങ്ങിയിട്ടൊരിടത്ത് ജോലിക്ക് ചെയ്യുമ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോയി. 3-നോ 7-നോ എങ്ങാണ്ട് എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ പോയിട്ട് യാസീനൊക്കെ ഓതി. ഞാനും ഉണ്ട്, ഉസ്താദും ഉണ്ട്.
ദുആ ചെയ്യാൻ സമയമായപ്പോ എന്റെ കൂടെയുള്ള ഉസ്താദ് പറഞ്ഞു, കാക്കാ ദുആ ചെയ്യാൻ പോവാ, വാ. ചെയ്ത ഉസ്താദെ. ആരും വരണില്ല. ഒരു വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു. ഇവരൊക്കെ നെയ്ച്ചോറും ബിരിയാണിയും വിളമ്പാനുള്ള തിരക്കിൽ ആരും ആമീൻ പറയാൻ വരുന്നില്ല. 3 വട്ടം വിളിച്ചിട്ടും ആരും വരാതെ വന്നപ്പോ ഞാൻ എന്തായാലും ഒരു യാസീൻ ഓതി. ഞാൻ ദുആ ചെയ്തപ്പോ പറഞ്ഞു, പടച്ചോനെ ഈ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ ഖബറിൽ എത്തിച്ചേക്കണേ അല്ലാഹ്. കാരണം അവർക്ക് ആർക്കും വേണ്ട. അപ്പൊ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണേ അല്ലാഹ്. ഇതെനിക്കുണ്ടായ ഒരു അനുഭവം. ഇതേ അനുഭവമാണ് പള്ളിയിലെ ഉസ്താദിനും. ഉസ്താദ് ദുആ ചെയ്യുമ്പോ മൂളൽ മാത്രമേ കേൾക്കാറുള്ളൂ. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ആമീൻ കേട്ടു. ഉണക്കുകാലത്ത് മഴ പെയ്തതുപോലെ. ഉസ്താദിന് വല്ലാത്ത അത്ഭുതം. ആരാള്ള ഈ ആമീൻ പറയണം? ഉസ്താദ് നോക്കുമ്പോ 1ാമത്തെ സഫിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരുന്നിട്ട് ആമീൻ പറയുന്നുണ്ട്. ഉസ്താദ് ഉഷാറായി. അല്ലാഹുവേ, അന്ന് ദുആ നീണ്ടു. പടച്ചോനെ നീ നരകത്തീന്ന് കാക്കണേ അല്ലാഹ്, സ്വർഗം തരണേ അല്ലാഹ്. ഈ ചങ്ങാതിയുടെ ശബ്ദം ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പൊ ഉറക്ക തൂങ്ങിയിരിക്കണ വാപ്പാക്കെ നോക്കുന്നുണ്ട്, ആരാ അല്ലാഹ് ഇന്ന് ആമീൻ പറയണേ. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഈ ചങ്ങാതി ആമീൻ പറയുന്നത് കണ്ടപ്പോ നല്ലതുപോലെ ഒന്ന് നോക്കി. 2 കൈയും ഉയർത്തിപ്പിടിച്ച് ചിരിക്കുന്ന മുഖത്തോടെ പള്ളിയുടെ 1ാമത്തെ സഫിലിരുന്ന് ആമീൻ പറയുന്ന ചെറുപ്പക്കാരനെ ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്ത് തെളിഞ്ഞു കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇവൻ ആമീൻ പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാടോ അവസ്ഥ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പേടിയില്ല. പണ്ട് തൊപ്പിയിട്ട ഒരു ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ചോദിക്കുവോ? ഇല്ല. ആരോടും ചോദിക്കും, ഉസ്താദിനോട് ചോദിക്കില്ല. ഈ ഓണത്തിന് എത്ര കോടിയായിരുന്നപ്പാ? ഓ, നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. ആർക്കും അറിയത്തില്ലായിരുന്നു ഓണബമ്പർ എത്ര ആയിരുന്നു. പടച്ചവനെ, അടിക്കാത്തതിന്റെ ദുഃഖത്തിൽ ഇപ്പോഴും രാവുക. എടാ ദുബൈയും തൊപ്പി ഞാൻ ഇരിക്കുമ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഓണ ബമ്പർ എന്നാ മോനെ എടുത്തോ. ഞാൻ ആ അമ്മയെ ഒന്ന് നോക്കി. ഞാൻ എന്നിട്ട് ആ പ്രായം ചെന്ന അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് ഇത് ഹറാമ. അമ്മയ്ക്ക് ഹറാമെന്ന് അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് പാപമാ, എടുത്തുകൂടാ. ഇത് പറഞ്ഞപ്പോ ആ അമ്മ എന്നെ നോക്കിയിട്ടൊരു ചിരി. എന്നെ കളിയാക്കിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, എന്തേ അമ്മേ? അല്ല മോനെ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാനെന്ന്. നിങ്ങളുടെ ഒരു കാക്കാടെ കടയാണ് ഞാനിത് എടുത്തോണ്ട് വന്ന് കച്ചവടം ചെയ്യുന്നത്. എനിക്ക് കമ്മീഷനാ. നീ പറയുന്ന ഹറാമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, വെള്ളിയാഴ്ച പള്ളിയിലെ ഉസ്താദിന് പ്രസംഗിക്കാൻ പറ്റുമോ? കള്ളുകുടിയെ കുറിച്ച്, കഞ്ചാവടിയെ കുറിച്ച്, മയക്കുമരുന്നിനെ കുറിച്ച്, വ്യഭിചാരത്തെ കുറിച്ച്, പലിശയെ കുറിച്ച് പള്ളിയിലെ ഖത്തീബിന് പ്രസംഗിക്കാൻ പറ്റുമോ? കാരണം എന്തേ? എല്ലാം പള്ളിക്കകത്തുണ്ട്. ഉസ്താദ് കള്ളുകുടിയെ കുറിച്ച് പ്രസംഗിച്ചാ പറയും, ഇന്ന് നമുക്കിട്ടാടാ താകുന്നതെന്ന്. പള്ളിക്കകത്ത് തന്നെ ഉണ്ട്. എല്ലാം പള്ളിക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് മുസ്ലിമിന് തെറ്റ് ചെയ്യാൻ പേടിയില്ല, പാപം ചെയ്യാൻ ഒരു ഭയവുമില്ലടോ. അല്ലാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകണം. നമ്മളെ കണ്ടു വേണം നമ്മുടെ മക്കൾ വളരാൻ. പണ്ടത്തെ തലമുറ അങ്ങനായിരുന്നു. അല്ലാഹയെ പേടിച്ചില്ലെങ്കിലും ഉമ്മാനെ ഉപ്പാനെ അവർക്ക് പേടിയുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ കണ്ണുനീർ, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്യുന്നത്, എടാ കൂട്ടുകാരി വീടി വലിക്കടാ എന്ന് പറയുമ്പോ മക്കള് പറയുമായിരുന്നു, എന്റെ വാപ്പ അറിഞ്ഞാൽ ഇല്ലടാ എനിക്ക് വേണ്ട, എന്റെ ഉമ്മ അറിഞ്ഞാൽ എനിക്ക് വേണ്ട. എന്റെ ഉമ്മയ്ക്ക് സങ്കടമാകും, എന്റെ വാപ്പയ്ക്ക് സങ്കടമാകും. വാപ്പയും ഉമ്മയും അറിയുന്നത് പോലും ഭയപ്പെടുന്നിരുന്നു നമ്മുടെ കാലം. ഇന്നതൊക്കെ മാറി. എന്റെ പ്രിയപ്പെട്ടവരോട് അതുകൊണ്ട് പറയുകയാ, നമ്മള് നല്ലവരാകൂ. പഠിച്ചവനെ മക്കള് തലതിരിഞ്ഞു പോകാനുള്ള കാരണം നമ്മൾ തന്നെയാ. ഇന്ന് ചീത്ത വിളിക്കാൻ പഠിക്കുന്ന എവിടുന്ന? വാപ്പ ഉമ്മായി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇത് കേട്ടിട്ടാ മക്കള് പഠിക്കാം. മക്കള് കള്ളം പറയാൻ പഠിച്ചത് എവിടുന്ന? എടാ, വാപ്പ ജീവനോടെ ഇരിക്കുമ്പോഴാ ഫോൺ അടിക്കുന്നത്. മോനെ എടുത്തിട്ട് ഉറങ്ങുവാന്ന് പറ. ജീവനോട് അടുത്തിരിക്കും. വാപ്പ അടുത്തിരിക്കുമ്പോഴാ ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. മോനോട് പറയും, നീ കള്ളം പറയടാ, ഞാൻ ഉറങ്ങുവാന്ന് പറഞ്ഞേക്കാൻ. അവനെ പഠിപ്പിക്കാം. പിരിവിനാരോ വന്നു, വാപ്പ ഇല്ലെന്ന് പറഞ്ഞേരെ. വാപ്പ തന്നെയാ മക്കളെ പഠിപ്പിക്കുന്നത്. ഉമ്മയാണ് മക്കളെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നത്. അവരെ തെറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഉമ്മയും വാപ്പയുമാണ്. അതുകൊണ്ട് സഹോദരാ, ആദ്യം നമുക്ക് നന്നാകാം. വാപ്പ
വാപ്പയും ഉമ്മയും നന്നായാൽ മക്കള് നന്നാകുമടോ. വീട് സ്വർഗമാവുകയാണ്, വീട് സ്വർഗമാവുകയാണ്. അതുകൊണ്ട് പടച്ചവനെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാ. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാ. മക്കളെ വളർത്തിയ മക്കൾ എങ്ങനെയാകുമെന്നുള്ളതിനൊരു ഉദാഹരണം പറഞ്ഞു ദുആ ചെയ്യാ. പെങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ല എന്ന് പരാതി വേണ്ട. ഞാനൊരു വാപ്പയെയും ഒരു ഉമ്മയെയും ഒരു മകളെയും ഞാൻ പറഞ്ഞു തരാ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയുവോ? നല്ല മക്കളുണ്ടാകുന്നത് എങ്ങനെയെന്നറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. 25 വയസ്സുള്ള നബി തങ്ങൾ 45 വയസ്സുകാരിയായ 40 വയസ്സുകാരിയായ ഖദീജ ബീബിയെ വിവാഹം കഴിക്കുകയാ. നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന് 35 വയസ്സാകുമ്പോഴാ ഫാത്തിമ എന്ന് പറയുന്ന മകള് ജനിക്കുന്നത്. ഫാത്തിമ എന്ന് പറയുന്ന മകള് നബി തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് ജനിക്കുന്നത്. ഫാത്തിമാനെ കാണുന്നവർ പറയുന്ന ഒരു വാക്ക് വാപ്പാടെ മോളാ, ഉപ്പാന്റെ മോളാ. കാരണം ഫാത്തിമ നബി തങ്ങളെ പോലെയാണ് ഇരുന്നിരുന്നത്. ഫാത്തിമ വരുന്നത് കണ്ടാ നബി തങ്ങൾ വരുന്നത് പോലെയാണ്. അതുകൊണ്ട് ഫാത്തിമയ്ക്ക് വാപ്പയോട് വല്ലാത്ത ഇഷ്ടമാണ്, ഖദീജയ്ക്കും ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. പഠിക്കണം പെങ്ങളെ, ഖദീജയാരെന്ന്. ഫാത്തിമ ബീബിയുടെ 15-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറയുന്നത്. ഒരു കുഞ്ഞൊരു പെണ്ണിന് ഉമ്മയെ വേണേണ്ട സമയം, ഒരു പെണ്ണിന്റെ കൂടെ ഉമ്മയുണ്ടാകേണ്ട സമയത്ത് അല്ലാഹുവേ ഫാത്തിമ ബീബി കാണുന്നത് എന്തെന്നറിയുമോ? 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. അതാ ഖദീജ ബീബിയുടെ പ്രായം 65 വയസ്സാണ്. ആ 65 വയസ്സുള്ള ഉമ്മയുണ്ടല്ലോ, ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് വെള്ള വസ്ത്രം ധരിച്ച് വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. കുളിച്ചൊരുങ്ങിയിട്ട് അതാ ഖദീജ ബീബി വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാണ്. ആരേ? തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. സ്നേഹമുള്ള ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനെ വീടിന്റെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ്. വരാൻ താമസിച്ചാൽ ആശങ്കയാണ്. ഭർത്താവ് കഴിക്കാതെ ഭക്ഷണം കഴിക്കാറില്ല. പടച്ചവനെ, ഖദീജ എന്ന 65 വയസ്സുള്ള ഉമ്മ അതാ നബി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ വീട്ടിലേക്ക് കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ഭർത്താവായ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എനിക്കൽപ്പം ഭക്ഷണം വാരി തരുമോ നബിയേ? എനിക്കൽപ്പം ഭക്ഷണം വാരി തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനെ ഖദീജ ബീബിയുടെ വായിലേക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാ. ഫാത്തിമ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പടച്ചവരേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ 65 വയസ്സുണ്ട്. നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊന്ന് മടിയിൽ കിടക്കട്ടെ നബിയേ, ഞാനൊന്ന് മടിയിൽ കിടക്കട്ടെ നബിയേ. ഭർത്താവിനോട് അനുവാദം ചോദിക്കുകയാ മടിയിൽ കിടക്കാൻ. 65-ാമത്തെ വയസ്സില് നിനക്കിത് തിരിയില്ല വാപ്പാ. ഇന്നത്തെ വാപ്പമാർക്കത് തിരിയില്ല. കാരണം 50 വയസ്സ് കഴിഞ്ഞ വാപ്പ വേറെ റൂമില്, ഉമ്മ വേറെ റൂമില്. ആ പ്രായം ചെന്നവരുടെ കൂടെ കടന്നിട്ട് കാര്യമില്ലല്ലോ. 65 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടക്കുകയാ. നബി തങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. എന്തേ ഖദീജ, എന്തേ ഖദീജ, യാ റസൂലല്ലാഹ്, എന്തൊരു ഗ്ലാമറാ നബിയേ.
65 വയസ്സുള്ള ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാ, എന്തൊരു സൗന്ദര്യമാ ഖദീജ, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സവാ ഖദീജ ബീവി പറയുകയാണ്. അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, എന്റെ മരണമടുത്തു നബിയേ, എനിക്ക് പോകാ സമയമായി നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വീണു പോയിട്ടുണ്ടെങ്കിലോ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഒരു ഭർത്താവിനോടൊരു ഭാര്യ ചോദിക്കുകയാ, 25 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കഴിയുന്നു, എന്തെങ്കിലും അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ എന്ന് പൊരുത്തം ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് ഖദീജ ബീബിയുടെ വായിലേക്ക് കൈയെടുത്ത് വെക്കുകയാ. പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖദീജ ബീബി ആരെന്നറിയുവോ? ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും ഖദീജ ബീവിക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടൂല. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരമാണ് ഖദീജ ബീവിക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ലോകത്ത് ഒരു പെണ്ണിനും അത് കിട്ടൂല, ലോകത്ത് ഒരു പെണ്ണിനും അത് കിട്ടൂല. എന്തിനാണ് അല്ലാഹു അത് സമ്മാനമായി കൊടുക്കുന്നതെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിബിതങ്ങളെ 15 വയസ്സ് പ്രായം കൂടുതലാ ഖദീജയ്ക്ക്. 25 വർഷം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല.